ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ നിലമ്പൂരിൽ മുസ്ലിം ലീഗ് മണ്ഡലം കൺവെൻഷന് തുടക്കമായി. മുൻ എംഎൽഎ പി വി അൻവറും കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മുന്നണി പ്രവേശന ചർച്ചകൾക്കിടെയാണ് ലീഗ് വേദിയിൽ പി വി അൻവർ എത്തിയത്. LDF സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കമാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തന്നെ മാറ്റം വരുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ നിലമ്പൂരിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് വലിയ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ പതനത്തിൻ്റെ തുടക്കമായി മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതിവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം. ആ വിജയം ഉറപ്പുവരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വേദി തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൂചന. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും രാഷ്ട്രീയ തീരുമാനമായിരുന്നു അതെന്നും പി വി അൻവറിന്റെ പ്രതികരണം. ഈ തിരഞ്ഞെടുപ്പ് എന്നാലുണ്ടായതാണ്. നിങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിലിരിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് നിങ്ങളെയൊക്കെ ഇറക്കേണ്ടി വന്നതിൽ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ അത് ഈ നാടിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഞാൻ എടുത്തത്. വിപിൻ സി വിജയനുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, അങ്ങനെ ലീഗ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. UDF-ൽ ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി ആര് എന്നതുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ് ഇന്ന് ലീഗ് മണ്ഡലം കൺവെൻഷനിൽ നടന്നത് വിപിൻ? ഉന്മേഷ്, ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ UDF-ൽ കോൺഗ്രസിന് വിട്ട് മറ്റ് കൺവെൻഷനുകളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ സജീവമായി മുന്നേറുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയാം. കാരണം ഇത് രണ്ടാമത്തെ കൺവെൻഷനാണ് നിലമ്പൂരിൽ തന്നെ നടത്തുന്നത്. ഇതിനു മുൻപ് മുന്നൊരുക്കം എന്നുള്ള നിരക്കുള്ള ഒരു ഉള്ളൊരുക്കം എന്നുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാമത് രാഷ്ട്രീയ ജാഗ്രതാ സദസ്സ് എന്ന പേരിലാണ് ഇന്നത്തെ മണ്ഡലം കൺവെൻഷൻ നടന്നത്. നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ തന്നെ അവർക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കഴിഞ്ഞു. ഇപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ തീയതി പോലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ലീഗിന്റെ ഈ വളരെ മുന്നിലുള്ള ഒരു പോക്ക് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സ്ഥാനാർത്ഥി ആരായാലും അത് കോൺഗ്രസ് പറയും, അതിന്റെ പിന്തുണ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആരായാലും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നേതാക്കൾ തന്നെ പറയുന്നത്. ഇന്ന് സാദിഖ് അലി തങ്ങളുടെ സംസാരത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, ആരും തന്നെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു വിള്ളലുണ്ട് അല്ലെങ്കിൽ അതിലൊരു തമ്മിലുള്ള ഒരു തർക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തന്നെ മനപ്പായസം ഉണ്ടണ്ട, ഇപ്രാവശ്യം നിലമ്പൂർ വിട്ടുകൊടുക്കില്ല, നിലമ്പൂർ എന്തായാലും എടുക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഈ ലീഗിന്റെ പരിപാടിയിൽ PV അൻവറിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ലീഗിന്റെ പരിപാടിയിൽ PV അൻവർ എത്തുന്നത്. മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഇരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ PV അൻവർ തന്നെ എത്തിയിരിക്കുന്നത്. ഇന്ന് ആര്യട ഷൗക്കത്തും ഇവിടെ സംസാരിച്ചു. പറഞ്ഞത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടുന്നതിൽ, അന്ന് വോട്ട് ശതമാനം കൂട്ടുന്നതിൽ PV അൻവറിന്റെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് ആര്യടൻ ഷൗക്കത്തും പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ സജീവമായി തന്നെ UDF അതിന്റെ മുന്നിൽ മുസ്ലിം ലീഗ് ഒരു പതാകവാഹകരെന്ന് പറയാവുന്ന രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് മുന്നിൽ നടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ VS ജോയിയുടെയും ആര്യടൻ ഷൗക്കത്തിന്റെയും പേരാണ് സജീവമായി നിൽക്കുന്നത്. അതിൽ തർക്കവുമുണ്ട്, നല്ലതും നെഗറ്റീവുമായിട്ടുള്ള ഒക്കെ വലിയ ചർച്ചകളായി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു കൺവെൻഷൻ നടക്കുന്നത്. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.